വചനം 213. കാനന്നാസു മനുഷ്യരായിരുന്നു, ഉമ്മതൻ വാഹിദതൻ ഒരേ സമുദായം, ഫബഅസ എന്നിട്ട് അങ്ങനെ അയച്ചു, നിയോഗിച്ചു, അല്ലാഹു അന്നബിയീന പ്രവാചകന്മാരെ, മുബശ്ശിരീന സന്തോഷവാർത്ത അറിയിക്കുന്നവരായി, വമുൻദിരീന താക്കീത് അഥവാ മുന്നറിയിപ്പ് നൽകുന്നവരായും, വ അൻസല അവതരിപ്പിക്കുകയും ചെയ്തു, മഅഹും അവരോടൊപ്പം, അൽ കിതാബ വേദഗ്രന്ഥം, ബിൽ ഹഖ് യഥാർത്ഥവുമായി, ലിയഹ്കുമ അത് വിധിക്കുവാൻ വേണ്ടി, അദ്ദേഹം വിധിക്കുവാൻ വേണ്ടി, ബൈനന്നാസി മനുഷ്യർക്കിടയിൽ, ഫീമാ യാതൊന്നിൽ, ഇഖ്തലഫു അവർ ഭിന്നിച്ചു, ഭിന്നാഭിപ്രായത്തിലായി, വ്യത്യാസപ്പെട്ടു, ഫീഹി അതിൽ, വമഖ്തലഫ ഭിന്നിച്ചതുമില്ല, ഫീഹി അതിൽ, ഇല്ലല്ലദീന യാതൊരുവരൊഴികെ, ഊതൂഹു അവർക്കതു നൽകപ്പെട്ടു, മിൻ ബഅദി ശേഷം, മാ ജാഅത്ഹും അവർക്കു വന്നതിന്, അൽ ബയ്യിനാത്തി തെളിവുകൾ, ബഗ്യൻ സ്പർദ്ധ നിമിത്തം, അക്രമം, ധിക്കാരം, മാത്സര്യം, അസൂയ എന്നിവ നിമിത്തം, ബൈനഹും അവർക്കിടയിൽ, ഫഹദല്ലാഹു അപ്പോൾ അല്ലാഹു മാർഗദർശനം നൽകി, അല്ലദീന ആമനു വിശ്വസിച്ചവരെ, ലിമാ യാതൊന്നിലേക്ക്, ഇഖ്തലഫൂ ഫീഹി അതിൽ അവർ ഭിന്നിച്ചിരിക്കുന്നു, മിനൽ ഹഖ് യഥാർത്ഥത്തിൽ നിന്നും, യഥാർത്ഥമാകുന്ന, ബിഇദ്നിഹി അവൻ്റെ അനുമതിപ്രകാരം അഥവാ സമ്മതപ്രകാരം, അനുവാദം കൊണ്ട്, വല്ലാഹു യഹ്ദി അല്ലാഹു മാർഗദർശനം നൽകുന്നു, വഴികാട്ടുന്നു, ചേർക്കുന്നു, മയ്യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ, ഇലാ സിറാത്തിൻ പാതയിലേക്ക്, മുഖീമിൻ നേരെയുള്ള, ചൊവ്വായ. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين فأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. മനുഷ്യർ ഒരേ സമുദായമായിരുന്നു. അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി അല്ലാഹു നബിമാരെ നിയോഗിച്ചയച്ചു. അവരോടൊപ്പം യഥാർത്ഥവുമായി വേദഗ്രന്ഥവും അവൻ അവതരിപ്പിച്ചു. മനുഷ്യർ യാതൊന്നിൽ ഭിന്നാഭിപ്രായത്തിലായോ അതിൽ അവർക്കിടയിൽ അത് വിധികൽപ്പിക്കുവാൻ വേണ്ടി, അത് നൽകപ്പെട്ടവരല്ലാതെ അതിൽ ഭിന്നാഭിപ്രായത്തിലായില്ലതാനും. അതെ, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അവർക്കിടയിലുള്ള സ്പർദ്ധ അഥവാ ധിക്കാരം നിമിത്തം, അപ്പോൾ യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായത്തിലായോ ആ യാഥാർത്ഥ്യത്തിലേക്ക് തൻ്റെ അനുമതിപ്രകാരം അല്ലാഹു വിശ്വസിച്ചവർക്ക് മാർഗദർശനം നൽകി. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരെ ചൊവ്വായ പാതയിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. വചനം 213 വിശദീകരണം. മനുഷ്യ സമുദായം അതിൻ്റെ ആരംഭം മുതൽ നേരായ മാർഗത്തിലൂടെയാണ് ചരിച്ചുകൊണ്ടിരുന്നത്. ഭിന്നിപ്പോ പിളർപ്പോ ഉണ്ടായിരുന്നില്ല. ക്രമേണ അഭിപ്രായ ഭിന്നതകളും പിളർപ്പുകളുമായി. അപ്പോൾ അല്ലാഹു നബിമാരെയും വേദഗ്രന്ഥങ്ങളെയും അയച്ചു ഭിന്നിപ്പുള്ള വിഷയങ്ങളുടെ യഥാർത്ഥം മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടും ഭിന്നിച്ചവർ അവരുടെ ധിക്കാരവും സ്പർദ്ധയും കൈവിടാതെ അതിൽ തന്നെ ഷടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ ആരും ഭിന്നിപ്പിൽ ഉറച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ സത്യം മനസ്സിലാക്കി അതിൽ വിശ്വസിക്കുവാൻ തയ്യാറായവർക്ക് അതുവഴി സന്മാർഗം പ്രാപിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തു. അവരെ അവൻ നേർവഴിയിലാക്കി തീർത്തു.
സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു, വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫൂ. മനുഷ്യർ ഒരേ സമുദായമല്ലാതെ ആയിരുന്നില്ല, എന്നിട്ട് അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. യൂനുസ് 19. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇബ്നു ജരീറും ഹാക്കിമും റഹിമഹുമുള്ള ഉദ്ധരിക്കുന്നു. ആദമിനും നൂഹിനും അലൈഹിമസ്സലാം ഇടയിൽ 10 തലമുറയുണ്ടായിരുന്നു. എല്ലാവരും യഥാർത്ഥ ശരീഅത്തിൽ തന്നെയായിരുന്നു. എന്നിട്ട് അവർ ഭിന്നിച്ചു. അപ്പോൾ അള്ളാഹു നബിമാരെ സന്തോഷവാർത്ത അറിയിക്കുന്നവരായും താക്കീത് നൽകുന്നവരായും കൊണ്ട് നിയോഗിച്ചയച്ചു. ആദ്യകാലങ്ങളിൽ മനുഷ്യരെല്ലാം നേർമാർഗത്തിലായിരുന്നു. പിന്നീടാണ് അഭിപ്രായ ഭിന്നതകളുണ്ടായത്. അപ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു വന്നത് എന്ന് കാണിക്കുന്ന ചില റിവായത്തുകൾ അബുൽ ആലിയ, ഖതാദ, മുജാഹിദ് റഹിമഹുമുള്ള എന്നിവരിൽ നിന്ന് ഇബ്നു കസീർ റഹിമഹുല്ല ഉദ്ധരിച്ചു കാണാം. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യകാലത്ത് മനുഷ്യരെല്ലാം ആദം നബി അലൈഹിസ്സലാമിൻ്റെ മതമാർഗം സ്വീകരിച്ചു വരുന്നവരായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധന നിലവിൽ വന്നു. അപ്പോൾ അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ റസൂലായി അയച്ചു. അങ്ങനെ അദ്ദേഹമാണ് അറിയപ്പെട്ടിടത്തോളം ഒന്നാമതായി അയക്കപ്പെട്ട റസൂൽ. ആരംഭകാലത്ത് മനുഷ്യൻ ദൈവത്തെപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. ക്രമേണ ചില ശക്തികളെയും വസ്തുക്കളെയും ദൈവങ്ങളായി ഗണിച്ചു വന്നു. അവസാനമാണ് ദൈവവിശ്വാസത്തിലും ഏകദൈവ വിശ്വാസത്തിലും മനുഷ്യൻ എത്തിച്ചേർന്നത് എന്നും മറ്റുമൊക്കെ ചിലർ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് ഊഹിച്ചു പറയാറുണ്ട്. ഇതു ശരിയല്ലെന്നും നേരെ മറിച്ചാണ് യഥാർത്ഥത്തിലുള്ളതെന്നും മേൽ വിവരിച്ചതിൽ നിന്ന് വ്യക്തമാണല്ലോ.